കേരളത്തിലെ BJP തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുന്നു. ഇത് വെറുതെ അങ്ങ് തള്ളിക്കളയണ്ട. അമിത്ഷാ പറയുന്നത് വെറും വാക്കായിരിക്കില്ല. അങ്ങനെ വെറും വാക്ക് പറയുന്ന ആളല്ല അമിത്ഷാ. ബുദ്ധിരാക്ഷസനാണ്, രാഷ്ട്രീയത്തിലെ ചാണക്യനാണ്. അതുകൊണ്ട് പറഞ്ഞാൽ പറഞ്ഞതാണ്. രാജീവ് ചന്ദ്രശേഖറിൽ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് രാജീവനെ ഇറക്കിയിരിക്കുന്നത്. മോദി അമിത്ഷാ ആ പിൻബലത്തോടുകൂടി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ഒരു ഇളക്കം തന്നെ ഉണ്ടാക്കും. വന്നിട്ട് ഒരു മാസം പിന്നിടുന്നു. അതിനിടയ്ക്ക് തന്നെ പല രീതിയിലും പല പ്ലാനിങ്ങും അദ്ദേഹം കൊണ്ടുവന്നിരിക്കുകയാണ്. അത് നടപ്പിലാക്കുന്നതിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുമാണ്. ഇരു മുന്നണികളും ഭയപ്പെടുന്നുമുണ്ട്. ഇപ്പോൾ അമിത്ഷാ തന്നെ പറഞ്ഞിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുമെന്നാണ്. ഏതാണ്ട് 5000 വാർഡുകളാണ് BJP നോട്ടമിട്ടിരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് പലരും മുൻകാലങ്ങളിൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുമായിരുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒന്ന്, അതുപോലെയല്ല നിയമസഭ, ഇത് രണ്ടും പോലെയല്ല ലോക്സഭ എന്ന്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയികളെ എത്തുന്ന ഇടങ്ങളിൽ വ്യത്യാസമുണ്ട്. പക്ഷേ അത് വോട്ടിങ്ങിന്റെ കാര്യത്തിലും എന്താണ് അവിടുത്തെ രാഷ്ട്രീയം എന്നുള്ളതിലും പഴയ ചില കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. വ്യക്തമായ രാഷ്ട്രീയത്തോടുകൂടി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്. ഓരോ പാർട്ടിയും അതിൻ്റെതായ രീതിയിൽ അടിത്തറ ഭദ്രമാക്കാൻ പറ്റുന്ന ഇടമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. അത് വളരെ നിർണായകമായിട്ടുള്ളത് തന്നെയാണ്. കേരളത്തിൽ BJP ചില പഞ്ചായത്തുകൾ ഇക്കുറി കൈക്കലാക്കുമെന്നുള്ളത് ഉറപ്പാണ്. നഗരസഭയും പിടിക്കും. തൃശ്ശൂരിൽ പാർലമെന്റ് മണ്ഡലം BJPയുടെ കയ്യിലാണ്. അതിലൂടെ തൃശ്ശൂർ നഗരസഭ BJPക്ക് നിഷ്പ്രയാസം കൈക്കലാക്കാം. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭ മുഖ്യ പ്രതിപക്ഷം BJP ആണ്. കോൺഗ്രസ് ഇവിടെ സംപൂജ്യരാണ്. ആ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. BJP തിരുവനന്തപുരത്ത് ഏതാണ്ട് ഭരണത്തോടടുത്ത് നിൽക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ മണ്ണ് പലപ്പോഴും BJPക്ക് അനുകൂലമാണ്. നമുക്കറിയാം, തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ വിജയം വളരെ അടുത്ത് എത്തി നിൽക്കുന്ന ഒരിടമാണ്. ഇക്കുറി രാജീവ് ചന്ദ്രശേഖർ വെറും 15000 വോട്ടിൽ മാത്രമാണ് തോറ്റത്. അതുപോലെ രാജഗോപാലും വളരെ അതിശക്തമായ മത്സരം കാഴ്ചവെച്ച മണ്ഡലമാണ് തിരുവനന്തപുരം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തില് 4 നിയമസഭാ മണ്ഡലങ്ങൾ BJPക്ക് സ്വന്തമാക്കാൻ കഴിയും. ആ കണക്കനുസരിച്ചുകൊണ്ട് അത് നിയമസഭയുടെ കണക്ക് BJPയുടെ മാസ്റ്റർ പ്ലാനിൽ പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രധാനം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അമിത്ഷാ ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ഇനി ദക്ഷിണേന്ത്യയിലാണ് നോട്ടം എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും തമിഴ്നാട്, മറ്റൊന്ന് കേരളം. തമിഴ്നാട്ടിലെ അണ്ണാമലയെ ഇറക്കിയത് വെറുതെയാണോ? അവിടെ അണ്ണാമലയും DMKയുമായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ പുരോഗമിച്ചു. ഇനിയിപ്പോൾ BJP DMKയുമായിട്ട് സഖ്യമുണ്ടാക്കി തമിഴ്നാട്ടിൽ DMKയെ നേരിടാൻ പോവുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ട്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനോടൊപ്പം തമിഴ്നാട്ടിലുമുണ്ട്. അപ്പോൾ അവിടെ BJPക്ക് ഒരു മുന്നേറ്റം കുറിക്കാൻ കഴിയും. അപ്പൊ ദക്ഷിണേന്ത്യ വലിയ നോട്ടമിട്ടിരിക്കുന്ന ഇടമാണ്. അതിപ്രധാനമായിട്ടുള്ള 2 സംസ്ഥാനം തന്നെയാണ് കേരളവും തമിഴ്നാടും. കേരളത്തിൽ അത്തരത്തിലുള്ള ചലനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ക്രൈസ്തവ വിഭാഗങ്ങളെ മുഴുവൻ കയ്യിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ BJPയുടെ മുന്നേറ്റം.
ക്രൈസ്തവ വിഭാഗങ്ങളെ മുന്നേ കയ്യിലെടുക്കുമ്പോൾ ഈ താഴേത്തട്ടില്, അതായത് പഞ്ചായത്ത് ഭരണം വരെ BJPക്ക് സുഖമായി പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അതാണ് അവരുടെ ലക്ഷ്യവും. ആ ലക്ഷ്യം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പടി നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ 5000 വാർഡുകൾ എന്ന് പറയുന്നത് വലിയ ഒരു കണക്ക് തന്നെയാണത്. ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് തന്നെ BJP പറയുന്നത് 40 മണ്ഡലങ്ങൾ, അതിൽ 20 മണ്ഡലമാണ് വിജയസാധ്യത ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിലേക്കാണ് കടക്കുന്നത്. ഇതുപോലെ താഴെത്തട്ടിലും വിജയമുണ്ടാകുന്നതിന് വേണ്ടി ബൂത്ത് തലം മുതൽ തന്നെയുള്ള പ്രവർത്തനങ്ങളെ രാജീവ് ചന്ദ്രശേഖർ വിലയിരുത്തുന്നുണ്ട്. താഴെത്തട്ടിൽ നിന്ന് നേതാക്കന്മാരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. എന്താണ് ഓരോ ഇടങ്ങളിലെയും പ്രശ്നങ്ങൾ, ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെയാണ് അഭിമുഖീകരിക്കുന്നത്, അതിന് തക്കതായ പരിഹാരം മുന്നോട്ട് നിർദ്ദേശിച്ചുകൊണ്ടും എങ്ങനെ ഇതിനൊക്കെ അവിടെ വിജയസാധ്യത ഉറപ്പുവരുത്താം എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ വ്യക്തമായിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലെ 14 ജില്ല, BJPയുടെ കാഴ്ചപ്പാടിൽ 14 ജില്ലയല്ല 30 ജില്ലയാണ്. കാരണം വലിയ വലിയ ജില്ലകൾക്ക് ഒരു ജില്ലയിൽ 3 പ്രസിഡന്റന്മാരെ വെച്ചിരിക്കുകയാണ്. 3ആയിട്ട് അങ്ങ് വിഭജിച്ചു വലിയ ജില്ലകളെ. ഇപ്പൊ തിരുവനന്തപുരം പോലുള്ള ഒരു ജില്ലയ്ക്ക്, BJPക്ക് വലിയ വേരോട്ടമുള്ള ഒരു ജില്ലയാണ്. ആ ജില്ലയിൽ 3 ജില്ലാ പ്രസിഡന്റുമാരെ വെച്ചിട്ടുണ്ട്. ഇത് വളരെ നല്ല നീക്കമാണ്. കാരണം അല്ലെങ്കിൽ ഒരു ജില്ലാ പ്രസിഡന്റിനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇടങ്ങളിലേക്കും എത്തുക പ്രയാസമാണ്. 3ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പ്രവർത്തനത്തിന് കൂടുതൽ ശക്തി കൂടും, അത് താഴെത്തട്ടിലേക്ക് എത്താനും സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ജില്ലകളെ 3ആയിട്ട് തിരിച്ചു. ചെറിയ ചെറിയ ജില്ലകളെ 2ആയിട്ടുമാണ് തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ 30 ജില്ലകളാക്കി തിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇതിന്റെ നേട്ടം എപ്പോഴുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രതിഫലിക്കും. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഒരു സെമി ഫൈനൽ തന്നെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയാം. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് പല പഞ്ചായത്തും പിടിച്ചു കഴിഞ്ഞാൽ അത് BJPയുടെ കേരളത്തിലെ ഒരു വലിയ മുന്നേറ്റമായിരിക്കും. LDFനും UDFനും ഒക്കെ തന്നെ ഹാലിളകി തുടങ്ങിയിരിക്കുകയാണ്. LDF നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. പ്രത്യേകിച്ച് CPM, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ, പിണറായി വിജയൻ തന്നെ നിരവധി പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പാർട്ടിയെ ബാധിക്കും. അതുപോലെ തന്നെ UDF, അവിടെ നേതൃപ്രതിസന്ധിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ 2 മുന്നണികൾക്ക് ഇടയിൽ മറ്റൊരു മുന്നണി വരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അമിത്ഷായുടെ വാക്കുകളായിരിക്കും കേരളം ഇനിയും മുഖവിലക്കെടുക്കാൻ പോകുന്നത്.